ജാക്കി ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്കി ലൂസ് ചെയ്ത് അത് നമുക്ക് അത് വേണ്ട ഒരു 3 ഇഞ്ചോളം താത്തിക്കഴിഞ്ഞാലേ നമുക്ക് ഈ സ്പാനും ഷട്ടറും എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഈ ജാക്കി ആദ്യം ലൂസ് ചെയ്ത് നിർത്തുക. അതിനുശേഷം നമ്മൾ ആ സ്പാനിൻ്റെ അത് കണ്ട അത് കമ്പിയിട്ട് തിരിച്ച് സ്പാൻ അല്പം ലൂസാക്കി കൊടുക്കണം. എന്നാലേ അത് താഴത്തോട്ട് വരുമ്പം നമുക്ക് ഷട്ടർ പയ്യെ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഏകദേശം ഒരു 10 ഇതുണ്ട് ഷട്ടർ. ഇപ്പം നമ്മൾ സ്പാൻ താത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷട്ടർ പയ്യ വലിച്ച് ഊരി എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഷട്ടർ വെച്ച് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 പേര് അത് എടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പയ്യ ഇത് കണ്ടോ ഫസ്റ്റ് ഷട്ടർ ഇത് കണ്ടോ. ഫസ്റ്റ് ഷട്ടർ എടുത്തു കഴിഞ്ഞു. ഇത് കണ്ടോ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ആ ഗ്യാപ്പിലൂടെ അവർക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇതുണ്ട് ഇങ്ങനെയാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ അപകടമൊന്നും ഉണ്ടാകത്തില്ല. നല്ല രീതിയിൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇത് ഇപ്പം 2 ഷട്ടർ എടുത്തതിന് ശേഷം മൂന്നാമത്തെ ഷട്ടറാണ് എടുക്കുന്നത്. കണ്ട മൂന്നാമത്തെ ഷട്ടർ എടുത്ത് താഴത്തോട്ട് കൊടുക്കുകയാണ്. അടുത്ത ഷട്ടർ എടുത്ത് ഇങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാം. അത് ആദ്യത്തെ ഇച്ചിരി മെനക്കേടെ ഉള്ളു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത നമുക്ക് അപകടമൊന്നും ഇല്ലാതെ വളരെ ശ്രദ്ധിച്ച് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ കാണുന്നത്. ഏകദേശം ഇതൊരു ബെഡ്റൂമാണ്. ഒരു 300 സ്ക്വയർ ഫീറ്റിനടുത്തുണ്ട് ഈ ഒരു ബെഡ്റൂം കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 300 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമുക്ക് പൊളിച്ച് മാറ്റാൻ കഴിയും. വേണ്ട ഷട്ടർ എടുക്കുന്നത്. ഷട്ടറിന് ഒന്നും വലിയ കേടുപാടുകൾ സംഭവിക്കാതെ നമ്മളിത് പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഓരോന്നെടുത്ത് വരുന്നു കണ്ട. സൈഡിലത്തെ ഷീറ്റ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉയരമൊക്കെ ഇട്ടിട്ടാണ് കയറി നിൽക്കുന്നത് 2 പേര്. ഈ ഷട്ടർ എടുത്തതിന് ശേഷം ഇനി നമ്മൾ സ്പാനാണ് എടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ജാക്കിയിലാണ് ഈ സ്പാൻ നിൽക്കുന്നത്. അതേണ്ട സ്പാൻ തള്ളിവിടുന്നത്. സ്പാൻ വളരെ മനോഹരമായിട്ട് അവരത് തള്ളിക്കയറ്റി അത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു നല്ല പിടുത്തത്തിലിരിക്കും. ഇനി അത് പയ്യെ പിടിച്ചിറങ്ങുക. ഇത് 2 പേരാണ് ചെയ്യുന്നത് ഈ വർക്ക്. ഒരു 300 സ്ക്വയർ ഫീറ്റുള്ള റൂം 2 പണിക്കാർ നിന്നാണ് ചെയ്യുന്നത്. ഇത് കണ്ട നിസ്സാരമായിട്ട് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായതുകൊണ്ടാണ് 2 പേർക്ക് ചെയ്യാൻ കഴിയുന്നത്. സ്പാൻ ഇറക്കിയതിന് ശേഷം അതൊന്ന് മുറുക്കി നല്ല വൃത്തിയായിട്ട് മുറുക്കിയതിന് ശേഷം ഇത് താഴേക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ട പയ്യെ താഴത്തേക്ക്. ഇതൊരാളാണ് പിടിച്ച് മാറ്റി വെക്കുന്നത്. പുള്ളിയുടെ കരുത്ത് കണ്ട, കൈ കണ്ട പുള്ളിയുടെ, ഞങ്ങളുടെ മെയിൻ പണിക്കാരനാണ് കണ്ട. അതിന് ശേഷം അത് ഇവിടെ കൊണ്ട് വെക്കുകയാണ് പുള്ളി. ഇത് പൊളിച്ച് കണ്ട തട്ട്. ഇത് നമ്മൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇട്ടിട്ടുകൊണ്ട് തട്ട് കോൺക്രീറ്റ് ചെയ്ത്. അതുകൊണ്ട് ഗ്രൗട്ടൊന്നും താഴത്തോട്ട് പോകത്തില്ല. അങ്ങനെ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കത്തില്ല. കാരണം നല്ല വൃത്തിയായിട്ട് തട്ട് കിട്ടിയിരിക്കുക. ഇങ്ങനെ ചെയ്യാവുള്ളൂ.